മികച്ച നേട്ടം കൈവരിച്ചാണ് വിപണി ഈസ്റ്റർ അവധിയിലേക്ക് കടക്കുന്നത്. വിപണിയും ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ സൂചനകളാണ് നൽകിയിരിക്കുന്നത്. ബാങ്കിംഗ് ഓഹരികളിൽ കടന്നുവന്ന ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ പിന്തുണ നൽകിയത്. അനലിസ്റ്റുകളെല്ലാം ഒരുപോലെ ബാങ്കിംഗ് ഓഹരികളിൽ ഒപ്റ്റിമിസ്റ്റിക് ആയ സാഹചര്യമാണ് കാണുന്നത്. ഇന്ന് വിപണിയിൽ 500-ലധികം പോയിന്റ് റാലിയാണ് ഇൻട്രാഡേ ലോയിൽ നിന്നും നിഫ്റ്റി സൂചിക നടത്തിയത്. PSU ബാങ്ക് ഓഹരികൾ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. കൺസോളിഡേഷൻ ഫേസിന് ശേഷം 23% മുന്നേറ്റം കഴിഞ്ഞ മാസം ഓഹരികളിൽ ഉണ്ടായിട്ടുണ്ട്. അസറ്റ് ക്വാളിറ്റി മെച്ചപ്പെടുന്നതും ശക്തമായ പൊട്ടൻഷ്യലും പരിഗണിച്ച് അനലിസ്റ്റുകൾ ഓഹരികളിൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയി തുടരുന്നു. ഈ അവസരത്തിൽ ഷെയർ ഖാനിലെ അനലിസ്റ്റുകൾ ബാങ്കിംഗ് ഓഹരികൾക്ക് ബൈ ശുപാർശ നൽകുന്നു. അത്തരത്തിൽ SBIക്ക് 980 രൂപ ടാർഗറ്റ് വില നൽകുന്നുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് 280 രൂപയാണ് കണക്കാക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിന് ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 125 രൂപയും നിശ്ചയിച്ചിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 130 രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത്. ഇതിനോടൊപ്പം 200-ഡേ മൂവിംഗ് ആവറേജ് മറികടന്ന 5 സ്റ്റോക്കുകൾ കൂടി മനസ്സിലാക്കാം. കൂടാതെ ഇപ്പോഴത്തെ വിപണിയുടെ റാലിയിൽ അനലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന മറ്റ് ഓഹരികൾ കൂടി നോക്കാം. ടെക്നിക്കൽ അനാലിസിസിൽ ഓഹരിയുടെ ട്രെൻഡ് അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററാണ് 200-ഡേ DMA. 200-ഡേ DMAക്ക് മുകളിൽ തുടരുന്നിടത്തോളം ഓഹരിയുടെ ട്രെൻഡ് അപ് ട്രെൻഡ് ആയി തന്നെയാണ് തുടരാൻ സാധ്യത. ആക്സിസ് ബാങ്ക് ഓഹരികളാണ് അത്തരത്തിൽ 200-ഡേ DMA മറികടന്നിരിക്കുന്നത്. 1129.18 രൂപയാണ് മറികടന്നിരിക്കുന്നത്. ഇന്ന് വിപണിയിൽ 1196.8 വരെ കുതിച്ചതായി കാണാം. 2.5% മുന്നേറ്റമാണ് ഓഹരിയിലുണ്ടായത്. ഇതോടെ പ്രതിവാരത്തിൽ 13% നേട്ടം കൈവരിക്കാൻ സാധിച്ചു. ബാങ്ക് ഓഫ് ബറോഡയും ഈ ലെവൽ മറികടന്നിട്ടുണ്ട്. 238.53 രൂപയാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇൻട്രാഡേയിൽ 244.67 രൂപയിലേക്ക് ഓഹരി കുതിച്ചിരുന്നു. ശക്തമായ ബൈയിങ് ഇൻട്രസ്റ്റ് ബാങ്കിംഗ് ഓഹരികൾ കടന്നു വന്നത് ഓഹരിക്കും പിന്തുണ നൽകിയിട്ടുണ്ട്. എയർടെൽ ഡേറ്റിൽ 1%-നടുത്ത് മാത്രം നേട്ടം നൽകിയിരുന്ന ഓഹരി കഴിഞ്ഞ 3 സെഷനുകൾ കൊണ്ട് 5% മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 193.59 രൂപ മറികടന്നുകൊണ്ട് ഫെഡറൽ ബാങ്കിന്റെ ഓഹരികളും അപ് ട്രെൻഡിലേക്ക് മാറിയതായി കാണാം. മറ്റെല്ലാ ബാങ്കിംഗ് ഓഹരികളിലും നേട്ടം തുടർന്നപ്പോഴും ഇന്ന് ഫെഡറൽ ബാങ്കിന്റെ ഓഹരികൾ നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം ചെയ്തത്. എങ്കിലും 200-ഡേ DMAക്ക് മുകളിൽ 194 രൂപയിൽ തന്നെ നിലനിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രാഡേ ഹൈ 196.23 രൂപയാണ്. ഇവ കൂടാതെ മാൻകൈൻഡ് ഫാർമ, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ഓഹരികളാണ് ഇത്തരത്തിൽ 200-ഡേ DMA മറികടന്നിട്ടുള്ളത്. 3024 രൂപയാണ് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ബ്രേക്ക് ചെയ്തത്. 2460 രൂപ മറികടന്നുകൊണ്ട് മാൻകൈൻഡ് ഫാർമയും അപ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട്. മാൻകൈൻഡ് ഫാർമയുടെ ഓഹരികൾ ഇന്നത്തെ വിപണിയിൽ 2588 രൂപയിലേക്ക് കുതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 3% നേട്ടത്തിലാണ് ഓഹരി ഇന്ന് വ്യാപാരം ചെയ്തത്. ഇതോടെ 11% മുന്നേറ്റം പ്രതിവാര അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി. എയർടെൽ ഡേറ്റിൽ 10%-നടുത്ത് നെഗറ്റീവ് റിട്ടേൺ നൽകിയ ഓഹരിയിൽ കഴിഞ്ഞ ഒരു മാസമായി നല്ല മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. പിഡിലൈറ്റ് ഓഹരികൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രാഡേ ഹൈ 3053.3 രൂപയാണ്. 11% നേട്ടമാണ് ഓഹരി ഒരു മാസത്തിനിടെ നൽകിയിട്ടുള്ളത്. ഇനി അനലിസ്റ്റുകൾ ഒപ്റ്റിമിസ്റ്റിക് ആയി തുടരുന്ന ഓഹരികൾ നോക്കാം. നുവാമയിലെ അനലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന ഓഹരി ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് ആണ്. 2100 രൂപയാണ് ടാർഗറ്റ് വില. ഇന്ന് വിപണിയിൽ 1%-ലധികം നഷ്ടത്തിൽ തുടർന്ന ഓഹരി റിസൾട്ട് വന്നതിന്റെ ഫലമായാണ് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിടുന്നത്. ഓഹരി ഒരു വർഷത്തിനിടെ 5% മുന്നേറ്റം മാത്രമാണ് പ്രകടമാക്കിയിട്ടുള്ളത്. മോത്തിലാൽ ഒസ്വാൾ ABB ഇന്ത്യയിലും പൊട്ടൻഷ്യൽ കാണുന്നു. 6700 രൂപയാണ് ടാർഗറ്റ് വില. 20%-ലധികം മുന്നേറ്റമാണ് ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നത്. 3 വർഷത്തിനിടെ ABB ഇന്ത്യയുടെ ഓഹരികൾ 156.24% റിട്ടേൺ നൽകിയിട്ടുണ്ട്. പക്ഷേ എയർടെൽ ഡേറ്റിൽ 20%-ഓളം ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഓഹരിയിൽ വീണ്ടും ഒരു മുന്നേറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 11%-ലധികം നേട്ടമാണ് ഓഹരി നൽകിയിരിക്കുന്നത്. ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിന്റെ കമ്പനിയും മുന്നേറുമെന്ന പ്രതീക്ഷയിൽ നുവാമയിലെ അനലിസ്റ്റുകൾ ബൈ ശുപാർശ നൽകുന്നു. 690 രൂപയാണ് ടാർഗറ്റ് വില. മുൻപ് ഓഹരിക്ക് ഹോൾഡ് എന്ന ശുപാർശയാണ് നൽകിയിരുന്നത്. ഓഹരി വിപണിയിൽ ഇതുവരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. 9%-ലധികം നഷ്ടമാണ് ഈ വർഷം ഇതുവരെ നൽകിയിട്ടുള്ളത്. എന്നാൽ 7% മുന്നേറ്റം ഒരു മാസത്തിൽ ഉണ്ടായിട്ടുണ്ട്.